Hi everyone. Today we are going to begin our new chapter named Chemical Kinetics. As a chemistry student, we have to deal with so many reactions. So, അത്തരത്തിലുള്ള റിയാക്ഷൻസിൻ്റെ റേറ്റ് അഥവാ എത്ര സ്പീഡിലാണ് അത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാനാണ് മെയിനായിട്ട് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ടാവുക. അതിന് പുറമെ ഈ റിയാക്ഷൻസിൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഈ റിയാക്ഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്ന മെക്കാനിസവും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. സോ വി വിൽ ബി ഗോയിങ് ടു ഡിസ്കസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ് ആൻഡ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിയാക്ഷൻസ് ആൻഡ് ഫൈനലി ദ മെക്കാനിസം ഫോളോഡ്. സോ ബേസിക്കലി നമുക്ക് റിയാക്ഷൻസിനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. വെരി ഫാസ്റ്റ് റിയാക്ഷൻസ്, അതായത് ചില റിയാക്ഷൻസ് വളരെ ചെറിയ സമയം കൊണ്ട് ലൈക്ക് പൈക്കോ സെക്കൻഡ്സ് കൊണ്ട് തന്നെ, അതായത് 10⁻⁻12 സെക്കൻഡ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആവുന്ന റിയാക്ഷൻസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള റിയാക്ഷൻസിന് എക്സാമ്പിളാണ് ദിസ് AgClന്റെ precipitation. When sodium chloride reacts with silver nitrate, it gives the precipitate of AgCl. This reaction is very fast and it takes only picoseconds. സോ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് വെരി സ്ലോ റിയാക്ഷൻസ് ലൈക്ക് റസ്റ്റിംഗ് ഓഫ് അയൺ. നമ്മുടെ ലബോറട്ടറി ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഇരുമ്പ് തുരുമ്പിക്കുന്നതൊന്നും സ്റ്റഡി ചെയ്യാനോ അതിൻ്റെ റേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനോ നമുക്ക് സാധിക്കില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ടു സ്ലോ. തേർഡ് കാറ്റഗറിയാണ് മോഡറേറ്റ് വെലോസിറ്റിയിൽ അല്ലെങ്കിൽ മോഡറേറ്റ് സ്പീഡിൽ നടക്കുന്ന റിയാക്ഷൻസ്. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പരിചയപ്പെടുന്ന ഒരുവിധം റിയാക്ഷൻസ് എല്ലാം തന്നെ ഈ മോഡറേറ്റ് റേറ്റിൽ നടക്കുന്നതായിരിക്കും. അതായത് ദേ വോണ്ട് ബി ടു ഫാസ്റ്റ്, ടു സ്ലോ, ദേ ഹാവ് എ മോഡറേറ്റ് വെലോസിറ്റി. സോ ദീസ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ക്യാൻ ബി സ്റ്റഡീഡ് അണ്ടർ കെമിക്കൽ കൈനറ്റിക്സ് where the rate can be measurable. Let's discuss what is a rate of reaction. ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതെന്താണ്? നമുക്കറിയാം, ഒരു റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും, അല്ലേ? കാരണം റിയാക്റ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പ്രോഡക്ട്സ് തരുന്നത്. So the concentration of the reactant decreases and the product concentration gradually increases. So the rate of a chemical reaction can be defined as there is a change in concentration of the reactants or concentration of the products in unit time. ഈ റേറ്റിന്റെ യൂണിറ്റ് നമ്മൾ പറയുക മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഈ ഒരു യൂണിറ്റ് നമ്മൾ കാണിക്കുക സാധാരണ ഗേഷ്യസ് റിയാക്ഷൻസിന്റെ കേസിലാണ്. അവിടെ ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക പാർഷ്യൽ പ്രഷറിന്റെ ടേമിലാണ്. ദാറ്റ്സ് വൈ ATM per second. ഇനി നമുക്ക് 2 കാറ്റഗറി ഓഫ് റേറ്റ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ആവറേജ് റേറ്റ് ആൻഡ് അനദർ വൺ ഈസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ മെഷേർഡ് ഓവർ എ ഡെഫിനിറ്റ് ടൈം ഇന്റർവൽ. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ടൈം ഇന്റർവൽ, ആ ടൈം ഇന്റർവെലിന്റെ ഉള്ളിൽ ആ റിയാക്ഷന്റെ റേറ്റ് എത്രയാണ് എന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ആ റിയാക്ഷന്റെ ആവറേജ് റേറ്റ് അതാണ് എന്നുള്ളത്. കൺസിഡർ റിയാക്ഷൻ A gives B. ഇവിടെ നമ്മുടെ റിയാക്ടന്റ് എന്ന് പറയുന്നത് എയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബിയും ആണ്. ആവറേജ് റേറ്റ് ഓഫ് റിയാക്ടന്റ് നമ്മൾ കാണിക്കുക നെഗറ്റീവ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഈ ടേം കോൺസെൻട്രേഷനെയാണ് സൂചിപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും, എലമെന്ററി ക്ലാസ്സസിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ റേറ്റ് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ടു ദ ടൈം. ഓക്കെ, സോ ഇവിടെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ A എന്ന് പറയുന്നത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്തോറും ഇതിന്റെ എമൗണ്ട് കുറഞ്ഞു വരിക ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ എന്റെ കോൺസെൻട്രേഷൻ നെഗറ്റീവ് കാണിച്ചിരിക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് പ്രോഡക്റ്റ്, ദ ആവറേജ് റേറ്റ് ഓഫ് പ്രോഡക്റ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പോസിറ്റീവ് ഡെൽറ്റ കോൺസെൻട്രേഷൻ B ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇനി നമ്മൾ ഹോൾ റിയാക്ഷന്റെ ആവറേജ് റേറ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് negative delta concentration of A divided by delta T, which is equal to positive delta concentration of B divided by delta T. So A ന്റെ ടേമിൽ നമ്മൾ ഈ കാണിക്കുന്നതും B ന്റെ ടേമിൽ നമ്മൾ ഈ കാണിക്കുന്നതും രണ്ടും ഈക്വൽ ആയിരിക്കും and it will be equal to the average rate of reaction.
And consider another reaction where A and B reacts together to form the products C and D. അപ്പോൾ നമുക്ക് ആവറേജ് റേറ്റിനെ എങ്ങനെ എഴുതാം? നെഗറ്റീവ് ഡെൽറ്റ കോൺസെൻട്രേഷൻ A ഡിവൈഡ് ബൈ ഡെൽറ്റ T which is equal to ഈ റിയാക്ടൻറ്റിൻ്റെ റേറ്റ്, ദാറ്റ് ഈസ് നെഗറ്റീവ് ഡെൽറ്റ കോൺസെൻട്രേഷൻ B ഡിവൈഡ് ബൈ ഡെൽറ്റ T. ഇനി അത് തന്നെ ഈക്വൽ ആയിരിക്കും പ്രോഡക്റ്റിൻ്റെ റേറ്റിനേറ്റ്, ഡെൽറ്റ കോൺസെൻട്രേഷൻ C ഡിവൈഡ് ബൈ ഡെൽറ്റ T. ബട്ട് the sign will be positive since the concentration of the product will be gradually increasing as the reaction progresses. Same goes for D. Clear? ഇനി നമുക്ക് ഇത്ര മോൾസ് ഉണ്ടെന്ന് സ്പെഷ്യൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക, ഈ R ആവറേജിന്റെ ഇക്വേഷനിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഇക്വേഷന് ആ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് നെഗറ്റീവ് 1/A ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡ് ബൈ ഡെൽറ്റ T. സോ അങ്ങനെയാണെങ്കിൽ ബിന്റെ ടേംസിൽ എങ്ങനെയായിരിക്കും ആവറേജ് റേറ്റ് എഴുതുന്നുണ്ടാവുക? നെഗറ്റീവ്, കാരണം ബി റിയാക്റ്റന്റ് ആണ്. ദെൻ 1/B, യെസ് നമ്മൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൻഡ് ദ റിമൈനിങ് തിങ് ദാറ്റ് ഈസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇനി സിന്റെ കേസിൽ വരുന്ന സമയത്തോ ഇറ്റ് വിൽ ബി ലൈക്ക് പോസിറ്റീവ് 1/C ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ C ഡിവൈഡ് ബൈ ഡെൽറ്റ T. ഡിന്റെ കേസിലും 1/D ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡ് ബൈ ഡെൽറ്റ T. ലെറ്റ്സ് ഡിസ്കസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ ഒരു ടൈം ഇന്റർവെല്ലിലാണ് നമ്മുടെ റിയാക്ഷൻ റേറ്റ് മെഷർ ചെയ്തത് എങ്കിൽ ഇവിടെ അങ്ങനെയല്ല. അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അതിന് നമ്മൾ മെഷർ ചെയ്യുന്ന റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഡെൽറ്റ ടി എന്ന് പറയുന്ന വാല്യൂ 0 ടെൻഡ് ചെയ്യുമ്പോൾ, അതായത് അവിടെ ഒരു ഡെൽറ്റ ടി ഇല്ല അല്ലെങ്കിൽ ടൈം ഇന്റർവെൽ ഇല്ല, ജസ്റ്റ് അറ്റ് ദാറ്റ് സെക്കൻഡ് ആ സെക്കൻഡിലുള്ള റേറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഡെൽറ്റ ടി അല്ലെങ്കിൽ ആ ടൈം ഇന്റർവെൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെന്ത് കാണിക്കാം? ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0. സോ നമ്മളുടെ ഇക്വേഷൻ നമുക്കറിയാം, ആവറേജ് റേറ്റിന് നമ്മൾ എന്ത് കാണിക്കാറാണ്? നെഗറ്റീവ് ഡെൽറ്റ കോൺസെൻട്രേഷൻ A ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഫോർ റിയാക്ടൻസ്. സോ വെയർ ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0, ദാറ്റ് ഈസ് negative delta concentration of A divided by delta T, where delta T tends to 0, we get negative D by dt of concentration A. ഈ ഡെൽറ്റ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടേം D by dt ആയിട്ട് മാറും when this delta T tends to 0. ഇനി ഇത് തന്നെ ആയിരിക്കും നമ്മളുടെ പ്രോഡക്റ്റിന്റെ കേസിൽ വരുമ്പോഴും ഡി കോൺസെൻട്രേഷൻ B ഡിവൈഡ് ബൈ DT, പക്ഷേ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതും ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഇക്വേഷൻ ആണ്. സോ ഇഫ് യു ആർ എക്സ്പ്രസിംഗ് യുവർ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ്, യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: നെഗറ്റീവ് D by dt concentration of A. If you are expressing the rate of your reaction in terms of your product, then you have to write like this, that is positive D concentration B divided by dt. ഇനി ഇതുപോലെ നമുക്ക് നമ്പർ ഓഫ് മോൾസിലാണ് നമ്മുടെ റിയാക്ഷൻ ഇക്വേഷൻ ഉള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കോഎഫിഷ്യന്റ് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. സോ -1/A ഇൻറ്റു D കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡ് ബൈ dt. തന്നെ ബിന്റെ കേസിലും അതുപോലെ തന്നെയാണ് പ്രോഡക്ട്സിന്റെ കേസിലും, പക്ഷേ ഇവിടെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. റെഡി? ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, so I have this nitrogen gas and hydrogen gas, which are my reactants, and I have this ammonia as product. Okay, so I have to write the equation in terms of reactants and product. E by dt of concentration of N2, and N2 reactant ആയതുകൊണ്ട് തന്നെ we have to put the negative sign, കാരണം അതിന്റെ എമൗണ്ട് കുറയായിരിക്കും, റിയാക്ട് ചെയ്ത് ഇങ്ങനെ പോവല്ലേ. then which is equal to, ഇനി നമുക്ക് നൈട്രജന്റെ ടേമിൽ നമ്മൾ പറഞ്ഞു, ഇനി ആരുടെ ടേമിൽ പറയാം? ഹൈഡ്രജന്റെ ടേമിൽ പറയാം. സോ നെഗറ്റീവ് D by dt ഓഫ് കോൺസെൻട്രേഷൻ H2. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ അത് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. സോ 1/3 ഇൻറ്റു D by dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ. ക്ലിയർ ആണല്ലോ? പ്രോഡക്റ്റിന്റെ ടേമിൽ എഴുതി നോക്കാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് positive since it is a product, then 1/2 D by dt concentration NH3 ammonia. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതുപോലെ നിങ്ങളും ഇതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹൈഡ്രജൻ പ്ലസ് അയഡിൻ ഗീവ്സ് HI, ഹൈഡ്രജൻ അയഡൈഡ്.
അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് നമ്മൾ റിയാക്റ്റൻസിൻ്റെ ടേംസിലും പ്രോഡക്ട്സിൻ്റെ ടേംസിലും കാണിക്കുക എന്നുള്ളത് എഴുതണം. ഓക്കെ, and now we are going to do a calculation based on what we have studied today. So question is, calculate the average rate of decomposition of N2O5 and the rate of formation of oxygen from the following data. അതായത് നമുക്ക് തന്നിട്ടുള്ളത് N2O5ൻ്റെ ഡീകമ്പോസിഷൻ ആണ്, and it gives two products N2O4 and oxygen. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് N2O5ൻ്റെ ഡീകമ്പോസിഷൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഫോർമേഷൻ്റെ റേറ്റും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. And they have given some data too. Okay, so here we have this time and corresponding concentration of N2O5 also given. അപ്പോൾ നമ്മളെടുത്ത് ആവറേജ് റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റേറ്റ് ആവറേജ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് നമുക്ക് കാണാം 1/2 ആണ്. അപ്പോൾ 1/2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുകളിലോട്ട് വരും. സോ ആവറേജ് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് N2O5 ആൻഡ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ, ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കാണെങ്കിൽ ഡാറ്റ തന്നിട്ടുണ്ട്. അതായത് ആർ ആവറേജ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് N2O5 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നെഗറ്റീവ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O5. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2O5 എന്ന് പറഞ്ഞാൽ എന്താണ്? N2O5ൻ്റെ കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ച്. നമുക്കിവിടെ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ. 500 സെക്കൻഡ്സിൽ ഇത്രയായിരുന്നു, 800 സെക്കൻഡ്സ് ആയപ്പോൾ ഇത്രയായിട്ട് കുറഞ്ഞു. സോ നമുക്ക് ചേഞ്ച് ഇവിടുന്ന് കണ്ടെത്തിക്കൂടെ? എങ്ങനെയാ ചെയ്യാം? 1.5 മൈനസ് 1.1 ഇൻറ്റു 10⁻³ 10⁻³ രണ്ടിനും കോമൺ ആയതുകൊണ്ട് ഞാനത് പുറത്തെടുത്തതാണ്. റെഡി? അപ്പോൾ ഇതായി. ദെൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇതായി. ദെൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ടൈമിലുള്ള ഡിഫറൻസ്. സോ 800 മൈനസ് 500 അതായിരിക്കും അവിടുത്തെ ഡെൽറ്റ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ കാൽക്കുലേഷൻ വി വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് 1.33 ഇൻറ്റു 10⁻⁻6 മോൾ per liter per second. So this value നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇതിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഡെൽറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി കോൺസെൻട്രേഷൻ ഓഫ് O2 എന്ന് പറയുന്നതും 1.33 ഇൻറ്റു 10⁻⁻6 മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളടുത്ത് ചോദിച്ചത് എന്താ? ഓക്സിജന്റെ ഫോർമേഷന്റെ റേറ്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് O2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്താണെന്നാണ് ചോദ്യം. സോ ഇത് കാണാൻ എന്താ ചെയ്യുക? ഈ വാല്യൂവിനെ ഹോൾ ഡിവൈഡഡ് ബൈ 2, അതായത് ഇവിടെയുള്ള 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി കോൺസെൻട്രേഷൻ ഓഫ് O2 വിൽ ബി 6.65 ഇൻറ്റു 10⁻⁷ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ രണ്ട് വാല്യൂ കിട്ടിയല്ലോ. ഫോർമേഷൻ്റെ റേറ്റും കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഡീകമ്പോസിഷൻ്റെ റേറ്റും കിട്ടി. ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഹേബർ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് സിന്തസിസ് ഓഫ് അമോണിയ. ഇവിടെ നിങ്ങൾക്ക് ഡെൽറ്റ കോൺസെൻട്രേഷൻ NH3 ഡിവൈഡ് ബൈ ഡെൽറ്റ ടിയും തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണേണ്ടത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് നൈട്രജനും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജനും. വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. At last, we are going to discuss the factors affecting rate of a reaction. ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻ്റ്, ആ റിയാക്റ്റൻ്റെ നേച്ചർ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷനും ഒരു ഘടകമാണ്. മറ്റൊന്ന് നമ്മൾ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ, അതുപോലെ തന്നെ നമ്മൾ റിയാക്റ്റൻ്റെ പ്രഷറും നമ്മുടെ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യും. കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് നമുക്കറിയാം റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് കാറ്റലിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ റിയാക്ഷൻ റേറ്റിനെ കൂട്ടുകയും ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ അവർ കുറയ്ക്കുകയും ചെയ്യും. ഈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് എങ്ങനെയാണ് ഒരു റിയാക്ഷൻ സ്പീഡ് ആക്കുന്നത് അല്ലെങ്കിൽ സ്ലോ ആക്കുന്നത്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്,
അതുപോലെ തന്നെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് ഒരു റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ദിസ് ഈസ് ഫോർ ടുഡേ ആൻഡ് താങ്ക് യു.